ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പം പുതിയ വർഷത്തെ ന്യൂ ഇയർ ആയിട്ടായിരിക്കും ഈ വീഡിയോ വരിക. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്നത് 31-ാം തീയതിയാണ് യാത്ര ചെയ്യുന്നത്. 31-ാം തീയതി യാത്ര ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമ്മൾ പോകാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കുന്ന കൊല്ലം സീരീസിൽപ്പെട്ട ഒരു വീഡിയോ എന്ന രീതിയിൽ കൊല്ലത്തുള്ള മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നു, ഒരുപാട് കാഴ്ചകൾ അവിടെ നമ്മളെ കാത്തിരിക്കുന്നതെന്നൊക്കെ ഒരറിവ് കിട്ടി എന്നതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ വന്നതെല്ലാം കുട്ടിക്കാനം സീരീസാണ്. കുട്ടിക്കാനം സീരീസിൻ്റെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ചാനലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമുക്ക് ഇന്ന് വിദൂരതയിൽ നിന്നും അവിടുത്തെ ആ വിദൂര കാഴ്ച കാണുമ്പോൾ തന്നെ ഉണ്ട് നമുക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ആ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുക. എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ന്യൂ ഇയറൊക്കെ ഇല്ലേ, ന്യൂ ഇയറിൻ്റെ അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ ഇറക്കുകയാണ് അതോടൊപ്പം തന്നെ കേട്ടോ. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അവിടുത്തെ ആഘോഷ പരിപാടികൾ എല്ലാം നമ്മുടെ ലോകം എങ്ങും ആഘോഷ പരിപാടി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊല്ലത്തും ഈ പ്രധാനപ്പെട്ട ഈ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള കുറേ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് പണ്ട് ഇതിലേ പോയിട്ടുണ്ട്. കുടുക്കത്തുപാറ റൂട്ട് നമ്മൾ ഇതിലെയാണ് പോയത്. കുടുക്കത്തുപാറയിലെ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവർ പോയി കാണണം. ഇപ്പോൾ കുടുക്കത്തുപാറയിലേക്ക് ഒരു പുതിയ യാത്ര നടത്താൻ എന്താണ് ഇനി ഒരു കാരണമുണ്ട്. കാരണം അവിടെ പുതിയ കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വനത്തിനകത്തുള്ളൊരു കാഴ്ചയില്ലേ, അപ്പോൾ എപ്പോഴും നമുക്കത് എപ്പോൾ കണ്ടാലും പുതുമയായിരിക്കും. വനത്തിലെ കാഴ്ചകൾ എപ്പോൾ കണ്ടാലും പുതുമയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് അവിടേക്ക് പോകണം. അത് ഇന്നത്തെ ദിവസം നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയിപ്പം ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ടു തീർക്കാൻ കഴിയുമോ എന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതിലെ ഈ വഴി ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത്. മലമേൽ ടെമ്പിൾ പാറ എന്ന അവിടുത്തെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് മനോഹരമായ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി അതിനെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷനൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ ഇന്നത്തെ കാഴ്ചകൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഇന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാഴ്ചകൾ എത്ര മനോഹരമായിരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട 1-2 സംഗതികൾ നമുക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാനുണ്ട്. വീഡിയോയുടെ അവസാനം നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഒരുപക്ഷെ ഇത് ഒറ്റ എപ്പിസോഡ് തീരുമോയെന്നറിയില്ല ഇന്നത്തെ കാഴ്ചകൾ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 2 എപ്പിസോഡായിട്ട് തീർക്കാം. ഇവിടേക്കുള്ള ഈ വഴി എന്ന് പറയുമ്പോൾ ഇവിടേക്ക് കയറുമ്പം തന്നെ ഈ വഴിക്ക് വീതി കുറവാണ്. വീതി കുറവുള്ളതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പം എന്താകും എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഒരുപാട് വാഹനങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീതി കുറവുള്ള വഴിയിലൂടെ പോകുമ്പം തന്നെ ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരുന്നവരൊക്കെ അത്യാവശ്യം കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വാഹനമാണെങ്കിൽ അവിടെ കയറ്റത്ത് മുന്നോട്ട് പോകാനാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പുറകോട്ട് കയറ്റത്ത് വണ്ടി ഉരുളുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സൊക്കെ ഇത്തരത്തിലുള്ള വഴിയിലൂടെയൊക്കെ ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഓടിച്ചായിരിക്കും പഠിക്കുന്നത്. എന്തായാലും അതൊക്കെ നമ്മൾ അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്നു. മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. മലമേൽ ടെമ്പിൾ പാറ നമ്മൾ ഈ കേട്ടറിയുന്ന കാഴ്ചകൾ ഉണ്ട് എന്ന് കേട്ടറിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ ഉണ്ടല്ലോ, ആ പ്രദേശം നമുക്ക് പുതിയൊരു അനുഭവമായിരിക്കും കൊണ്ടുതരുന്നത്. ആ ലൊക്കേഷൻ നമ്മളിലേക്ക് എത്തിക്കുന്ന ആ വൈബുണ്ടല്ലോ, അത് നമുക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതിനെ കഴിഞ്ഞ് 100 ഇരട്ടി വലുതായിരിക്കും. അത് ഇവിടത്തേക്ക് ഈ വഴിയിലേക്ക് കയറിയപ്പോൾ തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ, എന്തായാലും കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നു. ഈ കാഴ്ചകൾ നമ്മളെ വിസ്മയിപ്പിക്കുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ.
കണ്ടില്ലല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞാൻ രാകേഷും കൂടെ ഇന്ന് വന്നിരിക്കുന്നത് മലമേൽ ടെമ്പിൾ പാറ എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഈ കാർണിവൽ ഉത്സവമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടെ ഈ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കലാപരിപാടികളൊക്കെ എന്നുമുണ്ട്. അപ്പോൾ ഈ പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഫുള്ള് മൈക്കും ബഹളവും പാട്ടും ആൾക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റിൽ പെടുമോയെന്ന് നമുക്ക് സംശയമുണ്ട്. സിനിമാ പാട്ടുകളൊക്കെ പാടുന്നു. അപ്പോൾ ഞങ്ങളിങ്ങ് കയറി വന്നിട്ട് നമുക്കൊരു ഒഴിഞ്ഞ സ്ഥലം ഇതുവരെ കിട്ടിയില്ല, ഒരു ഇൻട്രോ ഒക്കെ എടുക്കാൻ വേണ്ടി. അപ്പം മലമേൽ ടെമ്പിൾ പാറയിലേക്ക് വരുന്നവർ ഈ 2 ദിവസത്തിനുള്ളിൽ പോരും കേട്ടോ. 1-ാം തീയതിക്ക് മുമ്പ് പോരും. ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്, പങ്കെടുക്കാം, എല്ലാം ആസ്വദിക്കാം. പിന്നെ അത്യാവശ്യം സെക്യൂറാണ്, നല്ല ആണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എപ്പോഴും കമൻറ്റ് ബോക്സിൽ വിളിക്കുക. അവിടെ കാർണിവൽ നടക്കും കേട്ടോ. മല പാറ, മലമേൽ ടെമ്പിൾ പാറ. മൈക്ക് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഇവിടെ വെച്ച്. അപ്പോൾ കുറെ അങ്ങോട്ട് ഞാൻ മൈക്കൊന്നും ഇല്ലാത്തവർക്ക് എനിക്ക് പറയാം കേട്ടോ. സാന്നിധ്യം നടപ്പാറ കേട്ടോ, നടപ്പാറ. ഇവിടെ ഇപ്പൊ ഈ ഫൗണ്ടൻ വർക്കായിരുന്നേ, അവിടെ വെച്ച് അത് കണ്ടാൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇന്നാളെ പറഞ്ഞൊരു കാര്യം ഞാൻ തിരിച്ചെടുക്കുകയാണേ. വീഴുവാണെ പറയണേ. നാടുകാണി പറയാം, അതാ കേട്ടോ, അതാ അവിടെ കയറാൻ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ടത്. ഇവിടെ നമുക്ക് പിന്നെ വന്ന് കയറിപ്പോ, ഇങ്ങോട്ട് പോവാം. ഇതുകൊണ്ടോ ഒരു മല നിൽക്കുന്നേ? അവിടുന്ന് പട്ടം മേടിച്ചോണ്ട്. അതെ, അതേതാ മേശ? അത് ആ കാണുന്ന മല ഏതാ നോക്കി? അത് മറ്റേ ചടയമംഗലം. ആ, ഗരുഡൻ പാറ അല്ല, എന്തുവാ ജടായിപ്പാറ. ഈ പാറയ്ക്ക് പ്രത്യേകിച്ച് പേരില്ല അല്ലേ? ഇത് കൊച്ചുനാടുകാണി പാറ. ആ, ഇത് കൊച്ചു നാടുകാണി. ചെറിയ നാടുകളൊക്കെ ഇവിടെ നിന്ന് കാണാം. വലിയ നാടുകാണി പാറ ഏതാണ്ട് ആ കാണുന്നത്. നമുക്ക് അവിടെ പോവാം. അപ്പം നമുക്ക് നാടുകാണിപ്പാറയിലേക്ക് പോകാം.
നാടുകാണിപ്പാറയിൽ നിന്ന് നമുക്ക് 6:30 വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ അവിടുന്ന് നമുക്ക് സെക്യൂരിറ്റി വിസിലൊക്കെ അടിക്കും, അന്നേരം ഇറങ്ങേണ്ടി വരും. കയറാൻ പറ്റുമായിരിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളുടെ കാര്യം, ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഇറങ്ങാൻ പാടല്ലേ? ആണോ? ഓക്കെ നമുക്ക് നമ്മുടെ പാവങ്ങളെല്ലാം കഴുകാൻ അവിടെ പറ്റത്തില്ല. അതിലെ കയറി ഇറങ്ങിയ പാവങ്ങൾ കഴിക്കാൻ പറ്റും. എന്നാ സൗണ്ട് ചേച്ചി പറഞ്ഞു ഇടുക്കിയിലെ പറയാതെ അവിടെ ഇടുക്കിക്ക് ചെന്നിട്ട് ഇവിടെ ഇടുക്കി പാർക്ക്. പോരെ ഇതിലേക്ക് പോരാ, അവിടെ നിന്ന് ഇറങ്ങി വീഴണ്ട. മോനെ നല്ല എത്ര മണി വെച്ചു സാർ? എത്ര മണി വെച്ചു? ഇതെങ്ങനെ കേറും? മൂന്ന് കൊള്ളാം സാർ. ആര് വെറൈറ്റി ഇതാണ് നാടുകാണിപ്പാറ. നമുക്ക് നാട് ആദ്യം ഒന്ന് കാണിക്കാം അല്ലേ? 360 വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അല്ലേ അത് തന്നെ. സൂപ്പർ. അതിലേ കയറണ്ട, ഇതിലേ ഇറങ്ങിക്കോ. ഇത് കാടാ, അയ്യോ റബ്ബർ തോട്ടം അല്ലേ? പക്ഷെ അതെന്തോ കാടല്ലേ? ഫോറസ്റ്റ് അല്ല. ഇത് അഗാധമായ കൊക്കെ വീണ അങ്ങ് പോവും. മല കയറി കിടക്കുന്നുണ്ട്, അവിടെ പാറയെല്ലാം കയറി കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൃഷിയോ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല. അതെ, അതല്ലേ ജഡായിപ്പാറ, അതല്ലേ കാണുന്നേ? അതാ കാണുന്നത്, ജഡായുവിന്റെ തലയാ കാണുന്നത്. അത് കാണുന്ന വേറെയാ മനുഷ്യൻ. ഞാൻ പറയട്ടെ, അത് നമ്മുടെ തെന്മലയെ നമ്മൾ പോയ ആ പാറയാണോ? എന്താ ഉറുകുന്നു? തെന്മല എന്തുവാ? ഇവിടുന്ന് നേരെ കുളത്തുപുഴയാ ചെല്ലുന്ന ആടുന്നത്. കുളത്തുപുഴ ചെന്നാ പിന്നെ അവിടെ ഈ ഡയറക്ഷനിലാണ്. അതെ, ഇങ്ങനെ വരുമല്ലോ. അത് നമുക്ക് നോക്കാം.
റൊണാൾഡീഞ്ഞോ പുള്ളി വിരമിച്ചിട്ടും ജേഴ്സി ഊരിട്ടില്ലല്ലേ? അതേതാ ടൗണ്? പുനലൂരല്ലേ? അല്ല അല്ല, പിന്നെ അത് പുനലൂരൊന്നും അല്ല. കൊളത്തൂപ്പുഴ. അത് അഞ്ചലോ കൊളത്തൂപ്പുഴയോ പുനലൂരോ അത്, അല്ലെങ്കിൽ തെന്മല. തെന്മല അത്രയും വലിയ ടൗൺ അല്ല. അത് കുളത്തൂപ്പുഴ ഇത് അഞ്ചലെന്ന് പറയാൻ പറ്റത്തില്ലേ, ഈ ചടയമംഗലം കഴിഞ്ഞ അഞ്ചൽ. അല്ല, അഞ്ചലല്ല. കൊളത്തൂപ്പുഴയോ പുനലൂരോ അത്? പുനലൂരായിരിക്കും. പുനലൂരിന്റെ നേരെ കാണുന്ന അത് നമ്മൾ വന്നാളിൽ പോയി ഉറുകുന്ന മലയത്. മനസ്സിലായി? നിങ്ങൾ പറഞ്ഞു ഇതാ ഉറുകുന്ന പോലെയെന്നാ. അതാ ഉറുകുന്നത്. അപ്പൊ ഇതേതാ ഈ കാണുന്നേ? ഒരാന നടക്കുന്ന പോലെ ഉണ്ടല്ലേ? അതെ, ഇതാ നമ്മൾ കണ്ടത്. രാജപാറയിൽ ഇപ്പൊ നിലത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകളാണ്. കാശുണ്ടാക്കും ദിവസമാവില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാഴ്ചകളെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് കഴിയുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഒറ്റ എപ്പിസോഡിൽ ഈ വീഡിയോസ് എല്ലാം കാണിച്ചാൽ, ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചാൽ ഒന്നും പൂർണ്ണത എത്തത്തില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നമ്മളത് 2 എപ്പിസോഡായിട്ടാണ് കാണിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളാരും നിരാശരാകരുത്. മനോഹരമായ കാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് 2 എപ്പിസോഡിലേക്ക് കാഴ്ചകൾ നീട്ടുന്നത്. ഇനി ഒരുപാട് വിശേഷങ്ങൾ നമുക്കിത് പറയാനുണ്ട്. അപ്പം വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം കേട്ടോ. അടുത്ത വേഗം വീണ്ടും കാണാം.